പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രണ്ട് ഗ്രീനും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഡ്രസ്സ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാട്ടോ. അപ്പോൾ നമുക്കൊരു ന്യൂ ബോൺ ടു ഒരു 6 months വരെയുള്ളൊരു കുട്ടികളൊരു ഡ്രസ്സ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു, ചെയിൻസ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ 70 ചെയിൻസ് പ്ലസ് 3 ചെയിൻസ് എക്സ്ട്രാ കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ഓരോ ചെയിൻസായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓരോ ചെയിൻസും നമ്മൾ ചെയ്ത് എടുക്കുകയാണ്. 70 ചെയിൻസ് നമ്മൾ ചെയ്യുക. ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു, ദെൻ ചെയിൻസ് ചെയ്യുക. 70 + 3 ആ 3 എണ്ണം നമ്മളൊരു അധികം ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ആ ചെയിൻസ് ചെയ്തെടുക്കാം. അങ്ങനെ 70 ചെയിൻസ് ഇതാ ഇവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ 4ാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യത്തെ 2 പിന്നത്തെ 2 കൂടെ എടുക്കുക. അങ്ങനെ എല്ലാ ചെയിൻസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 1 2 3 4 5 അങ്ങനെ നമ്മളെല്ലാ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുകയാണ് ഇവിടെ. ഈ റൗണ്ടിൽ നമ്മളെല്ലാ ചെയിൻസിലും ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഞാനെടുത്തു, റൊട്ടേറ്റ് ചെയ്തു, എന്നിട്ട് ചെയിനിൽ കൂടെ ഇട്ടു. ആദ്യത്തെ 2 എണ്ണത്തെ കൂടെ എടുത്തു, പിന്നത്തെ 2 എണ്ണത്തെ കൂടെ എടുക്കുക. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ആ ചെയിൻസിൽ മുഴുവൻ ഞാനിതവിടെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി നമ്മൾ 3 ചെയിൻസ് ഇട്ടിട്ട് ടേൺ ചെയ്യാം. നമ്മളിതിപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല, 2-3 റൗണ്ട് കൂടെ കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നുള്ളൂ. ആ ഫസ്റ്റ് സ്പേസിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യാം. അപ്പോൾ അത് 2 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. അടുത്ത 2 സ്പേസിൽ നമ്മൾ ഓരോരോ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ആദ്യത്തെ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്പേസിലും വീണ്ടും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. 2 1 1 2 1 1 ആ ഒരു പ്രൊപ്പോർഷനിൽ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ചെയ്യാം. ആദ്യം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടു, 70 + 3 ചെയിൻസ് ചെയ്തെടുത്തു. ടോട്ടൽ 73 ചെയിൻസ് ചെയ്തു. 4th ചെയിനിലേക്ക് ഒരു DC ചെയ്തു. അങ്ങനെ ആ റൗണ്ട് ഫുൾ എല്ലാ ചെയിൻസിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ദെൻ 3 ചെയിൻ ഇട്ട് ടേൺ ചെയ്തിട്ട് ആ ഫസ്റ്റ് സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ, അങ്ങനെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ എന്ന രീതിയിൽ ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ആ സെക്കൻഡ് റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ? ഇനി നമ്മൾ വീണ്ടും 3 ചെയിൻസ് ഇട്ടിട്ട് ടേൺ ചെയ്യാം. ഇനി ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് റൗണ്ട് ചെയ്ത പോലെ തന്നെ ഫുൾ ഡബിൾ ക്രോഷ്യ മാത്രം. എവിടെയും 2 ഡബിൾ ക്രോഷ്യ ഒന്നുമില്ല, ഒറ്റ സിംഗിൾ ഡബിൾ ക്രോഷ്യ. ഈ റൗണ്ട് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയുക. അങ്ങനെ ഞാനിവിടെ 3rd റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ.
ഇനി നമ്മൾ ഫോർത്ത് റൗണ്ടിൽ സെയിം ഇതേപോലെ 3 ചെയിൻസ് ഇട്ടിട്ട് ടേൺ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, അതായത് ആ 3 ചെയിൻ പ്ലസ് 1 ഡബിൾ ക്രോഷ്യ, പിന്നെ 1 DC 1 DC 1 DC 3 ചെയിൻസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. അടുത്ത സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്പേസിൽ നമ്മൾ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഫുള്ള് 1 DC ചെയ്തു, പിന്നെ 2 DC 1 DC 1 DC, പിന്നെ ഫുള്ള് 1 DC, വീണ്ടും 2 1 1 1. ആ 1 DCൻ്റെ എണ്ണം നമ്മൾ കൂട്ടി കൊണ്ടുവരും. അങ്ങനെ ആ റൗണ്ട് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ 4 റൗണ്ട്സ് കംപ്ലീറ്റായി. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ 1 DC ആണ് ചെയ്യുക. അഞ്ചാമത്തെ റൗണ്ടിൽ നമ്മൾ 1 DC ആണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ചെയ്തെടുത്തു. 1 DC ഇട്ടിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇത് 6th റൗണ്ട് ചെയ്യാൻ പോവാം. 2 DC 1 DC 1 DC 1 DC 1 DC. നമ്മൾ ഫസ്റ്റ് 3 ചെയിൻസ് ഇട്ട് ടേൺ ചെയ്തു, അങ്ങനെ 2 DC ആയി. അടുത്തത് 1 DC ചെയ്യാം. 1 DC 1 DC 1 DC 4 ഓരോ DC വീതം നമ്മൾ ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ 2 DC ചെയ്യാം. 2 DC ചെയ്തു, പിന്നെ 4 ചെയിൻസിൽ ഓരോ DC വീതം ചെയ്തു, പിന്നെ 2 DC. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മളിത് റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ എൻഡും മറ്റേ എൻഡും കൂടെ ഇട്ട് ജോയിൻ ചെയ്യാം. സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ നോർമലി ജോയിൻ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. അങ്ങനെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ജോയിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ആ ഫസ്റ്റ് 3 ചെയിൻസിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ യോക്ക് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനിയും റൗണ്ട്സ് ഉണ്ട് കേട്ടോ, ഒരു 50% അത് റെഡി. ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ ഫുൾ ഓരോ DC വെച്ചിട്ട് 2 റൗണ്ട് ചെയ്തെടുക്കുക. എല്ലാ ചെയിൻസിലും ഓരോ DC വീതം. അങ്ങനെ നമ്മൾ 2 റൗണ്ട്സ് ചെയ്തെടുക്കുക. ഈ റൗണ്ടും ഇനി അടുത്ത റൗണ്ടും ഓരോ DC വെച്ചിട്ട് ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ 2 റൗണ്ടും ചെയ്ത് കഴിഞ്ഞ് നമ്മളെ സ്ലീവൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. 138 ചെയിൻസ് DC ഉണ്ട് ടോട്ടൽ കൗണ്ട് ചെയ്തപ്പോൾ. അങ്ങനെ നമ്മളതിൻ്റെ സ്ലീവ്സ് ഒക്കെ മാർക്ക് ചെയ്തു. 33 33 36 36, കഴുത്തിൻ്റെ ഭാഗത്ത് 36, ബോഡി പാർട്ടിലേക്ക് 36, ആംസ് 33 33 വെച്ചിട്ട്. അപ്പോൾ നിങ്ങളെ എണ്ണത്തിനനുസരിച്ചിട്ട് സ്ലീവിൻ്റെ എണ്ണം മാറും കേട്ടോ. അപ്പോൾ ഒക്കെ കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഇനി നമ്മൾ ബോഡി പാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ ഓരോ DC ചെയിൻ 3 ചെയ്യുക. 1 DC 1 DC, അങ്ങനെ ഓരോ DC ആ സ്ലീവിൻ്റെ ആ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് മാർക്കർ വെച്ച അവിടെ വരെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ ആദ്യം 3 ചെയിൻസ് ഇട്ടു, അടുത്ത സ്പേസിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു, അതിൻ്റെ അടുത്ത സ്പേസിൽ ഡബിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഇട്ടത് ആ സ്ഥലം വരെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട അവിടെ വരെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി 2 ചെയിൻസ് ഇടുക.
ആ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 2 ചെയിൻസ് ഇട്ടിട്ട് അടുത്ത സ്റ്റിച്ച് മാർക്കറിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട് ആ സൈഡ് ജോയിൻ ചെയ്യാം. ഓക്കെ, 2 ചെയിൻസ് ഇട്ടു. പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ച് മാർക്കറിലേക്ക് നമ്മൾ 1 DC ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ആ സ്ലീവിൻ്റെ അവിടെ എത്തുമ്പോൾ 2 ചെയിൻസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അടുത്ത സൈഡിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് ആ സൈഡ് ജോയിൻ ചെയ്യും. അങ്ങനെ നമ്മൾ ആം സ്ലീവ് റെഡിയായി. ഓക്കെ, ഇതേപോലെ അത് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുക. 2 സ്ലീവ്സും റെഡിയായി. നമ്മളത് ഫുള്ളതാ ചെയ്തെടുത്തു. ഇനി ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ആ റൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിൽ വെറും സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഓരോ ചെയിൻസിലും ഒരു ചെയിൻ ഇട്ടു. ഇനി ഓരോ ചെയിൻസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. പിന്നെ നമ്മൾ ആ 2 ചെയിൻസ് ഇട്ട ആം സ്ലീവിൻ്റെ പാർട്ടിലെത്തുമ്പോൾ അവിടെ 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. 2 സൈഡിലും 2 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ബാക്കി ചെയിൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ടോപ്പ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ താഴത്തുള്ള ഭാഗം, ഉടുപ്പിൻ്റെ താഴത്തെ ഭാഗമാണ് ചെയ്യാൻ പോണത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു 3 ചെയിൻസ് ഇടുക. 3 ചെയിൻസ് ചെയ്തു. ഇനി അടുത്ത 2 സ്പേസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം, അങ്ങനെ ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ. ഇനി ഒരു ചെയിൻ ഇടുക. ഇനി അടുത്ത സ്പേസിൽ നമ്മൾ ഒരു വി സ്റ്റിച്ച് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇടുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. പിന്നെ ഒരു ചെയിൻ ഇടുക. പിന്നെ 3 ഡബിൾ ക്രോഷ്യ, ഇതേപോലെ 3 ചെയിൻസിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. 2, 3. ഇനി ഒരു ചെയിൻ ഇടുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. വി സ്റ്റിച്ച് ചെയ്യുക. പിന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെയും വി സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ ക്രോഷ്യ. 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഒരു ചെയിൻ ഇടുക. ഒരു വി സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻസ്, ഒരു ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. കണ്ടോ, 3 DC, പിന്നെ ഒരു വി സ്റ്റിച്ച്, 3 DC, പിന്നെ ഒരു വി സ്റ്റിച്ച്. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ആ 3 ചെയിൻസ് ഇട്ടില്ല, 3 ഡബിൾ ക്രോഷ്യ ചെയ്തില്ല നമ്മൾ, അതിൽ സെൻറ്ററിലെ ഡബിൾ ക്രോഷ്യയിലേക്ക് ചെയിൻ എടുക്കുക. സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ സെക്കൻഡിലേക്ക് എടുക്കുക. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ടോട്ടൽ 4 ചെയിൻസ് വരും. നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചെയിൻസിലല്ലേ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ വി സ്റ്റിച്ച് ചെയ്തല്ലോ, അവിടെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 7 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. 1, 2, 3,
നമ്മൾ ആ സ്പേസിൽ വി വി സ്റ്റിച്ച് സ്പേസിൽ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ടൊരു ചെയിൻ ചെയ്യുക. ഇനി ആ സെൻറ്ററിലെ ഇതിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിൽ സെൻറ്ററിലെ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ. വീണ്ടും ആ വിയിൽ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ആദ്യം നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ആ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിൽ സെൻറ്ററിലെ ഡബിൾ ക്രോഷ്യയിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ചെയ്തു. എന്നിട്ട് ആ വി സ്റ്റിച്ചിൻ്റെ സ്ഥലത്ത് നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. പിന്നെ ആ തേർഡിൻ്റെ സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. വീണ്ടും 7 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുക. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത റൗണ്ട് വരുമ്പോൾ നമ്മൾ ആ 1 DC സ്പേസിൽ ഒരു വി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ നമ്മൾ ആദ്യം 3+2 5 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് സെയിം സ്പേസിൽ തന്നെ നമ്മൾ ഒരു DC കൂടെ ചെയ്തെടുക്കുക. ഓക്കെ, അതായത് ഒരു DC ആയിട്ടാണ് നമ്മൾ ആ 3 ചെയിൻസിനെ കണക്കാക്കുക. 3 ചെയിൻ അപ്പോൾ ഒരു DC, പിന്നെ 2 ചെയിൻസ് ഓൾറെഡി ഇടേണ്ടത് 2 ചെയിൻ, അതാണ് ടോട്ടൽ 5 ചെയിൻസ്. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ചെയിൻ ഇടുക, ഒരു DC കൂടെ ചെയ്തിട്ട് ഒരു ചെയിൻ ഇടുക. ഇനി ആ 7 DCയിലെ ഫസ്റ്റത്തെ 2 സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് വണ്ണിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റിൽ ഒരു ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റിൽ ഒരു ഡബിൾ ക്രോഷ്യ, അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ ഇട്ടു, പിന്നത്തെ 2 സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഡബിൾ ക്രോഷ്യ ഉള്ള സ്ഥലത്ത് വീണ്ടും വി സ്റ്റിച്ച്, ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളും ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തെടുക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് ഓരോ റൗണ്ട്സ് റിപ്പീറ്റ് ചെയ്താണ് ഈ ഫ്രോക്ക് നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുക, ഈ ഉടുപ്പ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റിച്ചായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ടോട്ടൽ 12 റൗണ്ട്സും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് ഓരോ റൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ കുറച്ച് ആ 7 DC ചെയ്ത സ്പേസിൽ 10 DC ചെയ്യും. ആകെ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ലാസ്റ്റ് റൗണ്ട് ഞാൻ കാണിച്ചത്, ഞാൻ ഇതിൽ മൾട്ടി കളർ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു ഡാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തെടുത്തത്. ഇതാണ് ലാസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഔട്ട്പുട്ട്. ആദ്യം പിസ്റ്റ ചെയ്തു, പിന്നെ ഡാർക്ക് ഗ്രീൻ കൊടുത്തു, പിന്നെയും പിസ്റ്റ കൊടുത്തു, പിന്നെ ലാസ്റ്റ് ഡാർക്കിൽ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത സ്പേസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ ആ 7 DC ചെയ്യുന്ന സ്പേസിൽ നമ്മൾ 10 DC ചെയ്യുക. ആകെ ആ ഒരൊറ്റ ചേഞ്ചേ ഇതിൽ വരുന്നുള്ളൂ. 5 DC ചെയ്തു, ആ വി സ്പേസിൽ നമ്മൾ 10 DC ചെയ്യുക. നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ 1 DC ചെയ്യുക. 10 DC കഴിഞ്ഞു, ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഒരു DC, പിന്നെ ഒരു ചെയിൻ, ദെൻ 10 DC. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഉടുപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ പാറ്റേൺ അധികം ആരും ചെയ്ത് കാണാത്തൊരു പാറ്റേൺ ആണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയും. എന്തായാലും ചെയ്ത് നോക്കൂ. സിമ്പിൾ പാറ്റേൺ ആണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. എത്ര നമുക്ക് ഏജിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ നെക്കിൻ്റെ അവിടെ ഒരു ഫ്ലവർ വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ബട്ടണും കൊടുത്തു. എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്ക്രഞ്ചിയും കൂടെയാണ് ഇതിൻ്റെ കൂടെ ചെയ്തത്. അപ്പം ലാസ്റ്റ് ഫുൾ ഔട്ട്പുട്ടിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഡ്രസ്സ് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.